നാട്ടിൽ പെയ്യുന്ന മഴയുടെ അളവൊന്ന് കൂടിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ വിളിച്ച് ചോദിക്കും, എല്ലാവരും സേഫല്ലേ, വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എന്നൊക്കെ. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നാട്ടിൽ നിന്ന് എത്ര ആൾക്ക് മെസ്സേജ് വന്നു? ഒന്നുമില്ലെങ്കിലും മാസത്തിൽ 1-2 പ്രാവശ്യം പള്ളിയുടെ പേര് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ നാട്ടിലുള്ള വിഷമമുള്ള ആരെങ്കിലും പേര് പറഞ്ഞിട്ടോ, ചർച്ചിന്റെ പേര് പറഞ്ഞിട്ടോ, ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞിട്ടോ പിരിവിന് മെസ്സേജ് അയക്കുന്ന ഒരു ചങ്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ആ ചങ്ക് നിങ്ങളോട് മെസ്സേജ് അയച്ച് ചോദിച്ചാ, വോയിസ് അയച്ച് ചോദിച്ചാ നീ ഓക്കെ അല്ലേ, സേഫ് അല്ലേ എന്നുള്ളത്? വളരെ ചുരുക്കം ആൾക്കാർക്ക് ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും നാട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ പ്രവാസികൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അസൽ കറവ പശുക്കളാണ്. വീട്ടിലായാലും നാട്ടിലായാലും നമ്മളെ സഹായം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? നെഞ്ച് വിരിച്ച് അതങ്ങ് ഫേസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ അധികം ബേജാറായിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറയണം, പുലർച്ചെ 1 മണി കഴിഞ്ഞ് എനിക്ക് നെഞ്ച് വേദന എടുക്കുന്നടാ ചിന്തിച്ചിട്ട്. നെഞ്ച് വേദന എടുത്തിട്ട് നമുക്ക് അറ്റാക്ക് വന്ന് മരിക്കാന്നല്ലാണ്ട് നമുക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പാനിക് ആവാതിരിക്കുക, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധം ആഗ്രഹിക്കുന്നവർക്കിടയിൽ നമ്മളൊക്കെ വെറും എറുമ്പും കൂട്ടങ്ങൾ മാത്രമാണ്. സാധാരണ മനുഷ്യൻ്റെയോ സഹജീവിയുടെയോ പ്രശ്നങ്ങൾ അവർ ആലോചിക്കുന്ന പോലും ഇല്ല എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കാൻ. നമുക്കിപ്പോൾ ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതൊന്ന് നിർത്തുക എന്നുള്ളത്? അപ്പം നമ്മളെ കയ്യിലല്ല ഒന്നും ഉള്ളത്. അതുകൊണ്ട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഇവിടെയുള്ള നേതൃത്വം തമ്മിൽ തല്ലിപ്പിക്കുന്നില്ല, യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സമാധാനം പ്രിയരാണ്. ഇവരാൽ കഴിയുന്ന വിധത്തിൽ ഇവർ ശ്രമിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ ശാന്തമാക്കാൻ. വലിയ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. സമാധാനം പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുക. പിന്നെ ഈ ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് വിഷയത്തിൽ എടുത്തു ചാടി കുറെ പർച്ചേസ് ചെയ്യുന്നതൊക്കെ റിപ്പോർട്ട് കണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കൂടുതൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വില കൂടുകയും ചെയ്യും. ആവശ്യമുള്ളത് മാത്രം പർച്ചേസ് ചെയ്യുക, എല്ലാം ഓക്കെ ആവും. എല്ലാം ശുഭമായി അവസാനിക്കട്ടെ എന്ന് നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. ഗൾഫ് മേഖലകളിൽ മാത്രമല്ല, ദുനിയാവിലെ എല്ലായിടങ്ങളിലും ലോകത്തെമ്പാടും സമാധാനം പുലരട്ടെ.